അർജന്റ് ആയിട്ട് വിളിച്ചത്? പണിയും കൂടെ കഴിഞ്ഞിട്ട് രാവിലത്തെ എന്താണ്? ഇവിടെ ഇല്ല, അച്ഛനും അമ്മയും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ നിന്നെ വേഗം വിളിച്ചത്. എനിക്ക് അഫയർ ഉള്ളത് നിനക്ക് അറിയാലോ. എനിക്കറിയാലോ. അതിപ്പോ ഞാൻ വേണ്ടാന്ന് വെച്ചതും അറിയാലോ. അതൊക്കെ എനിക്ക് അറിയുന്ന കാര്യമല്ലേ, എന്താ പറ. എടി ഞാനിപ്പോ അവന്റെ കൂടെ ഇറങ്ങി പോണെന്ന്, ഇറങ്ങി പോയില്ലെങ്കിൽ എന്റെ ഫോട്ടോസ് ഞാൻ അയച്ച മെസ്സേജ് ഒക്കെ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ അമ്മയ്ക്കും അച്ഛനൊക്കെ അയച്ചു കൊടുക്കുന്ന പറയണത്. ഫോട്ടോസ് എന്തൊക്കെയോ മോർഫ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറയണത്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. നോക്കട്ടെ, ഫോട്ടോസ് എന്തൊക്കെയാ നോക്കട്ടെ. നിനക്ക് അറിയാലോ അവന്റെ ക്യാരക്ടർ തീരെ. ഞാനൊന്നും പറഞ്ഞപ്പോ നിനക്ക് മനസ്സിലായില്ലല്ലോ. അവന്റെ ക്യാരക്ടർ വളരെ മോശമാണ്. ഞാൻ ഒരുപാട് പേര് എന്റെ അടുത്ത് അവളോട് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ നിന്നോട് പറഞ്ഞത്. ഞാൻ അതുകൊണ്ട് ഇപ്പൊ 2 മാസമായിട്ട് കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അതെനിക്ക് അറിയുന്നത്. ഇപ്പൊ ഞാൻ അവന്റെ കൂടെ ഇറങ്ങി പോണെന്നത്, ഇപ്പൊ തന്നെ ഇറങ്ങി വരണം. ഞാൻ എന്താ ചെയ്യാ, എനിക്ക് ഒന്നും അറിയുന്നില്ല. പിന്നെ നീ ഇതൊന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ട. നീ ആദ്യം ഇത് വീട്ടിൽ അമ്മന്റെ അടുത്ത്, അമ്മ അപ്പൊ വരില്ലേ, അമ്മ വന്നിട്ട് അമ്മന്റെ അടുത്തും അച്ഛന്റെ അടുത്തും പറയും. നീ എന്താ പറയണ? അമ്മ അച്ഛൻ പറഞ്ഞ എന്നെ കൊല്ലും. ഞാൻ ചാവണതാണ്. നിന്റെ തെറ്റിദ്ധാരണയാണ്. അച്ഛനും അമ്മയും വേണ്ട എന്ന് ഒരു പയ്യന് ഇഷ്ടമാണ് പറയുന്നത്. അവരത് വേണ്ട എന്ന് പറയണ കാര്യം വേണം നമ്മൾ പറയുമ്പോഴാണ് അവിടെ ഒരു പ്രശ്നം വരുന്നത്. ഇത് നമുക്ക് വേണ്ട. നമ്മൾ ആ തെറ്റിൽ നിന്ന് മാറിയിട്ട് നമ്മൾ അവരോട് അമ്മ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് പറയാൻ നമ്മുടെ കൂടെ നിൽക്കുകയുള്ളവര്. വേണമെങ്കിൽ എന്തിനാ എങ്ങനെ നമ്മളിങ്ങനെ ആയി എന്നുള്ളത് അവർക്ക് അറിയാത്തതുകൊണ്ട് വേണമെങ്കിൽ എന്തെങ്കിലും ചീത്ത പറയാതിരിക്കാം. പക്ഷെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ട് പറഞ്ഞാൽ ഏതെങ്കിലും അച്ഛനമ്മയും മകളുടെ ഫോട്ടോസ്, ഇങ്ങനെയുള്ള ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ വരുന്നു പറഞ്ഞാൽ അവർ എതിർക്കാണ്ടിരിക്കോ? അവരൊന്നും എന്തോ ആവട്ടെ കൊണ്ടിരിക്കോ? ഒരിക്കലും ഇല്ല. എന്നിട്ട് നമുക്ക് വനിതാ കമ്മീഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്യാം. നീ ചെയ്യേണ്ടത് ഈ മെസ്സേജും അവൻ നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തില്ലേ, അതെല്ലാം ഒരു ഫോൾഡറിലേക്ക് ആക്ക്. ഞാൻ പോണില്ല, അമ്മ എന്തായാലും വരട്ടെ, എന്നിട്ട് ഞാൻ പോയി വീട്ടിൽ പോയിട്ട് ഡ്രസ് മാറിയിട്ട് വരാം. ഇത് നമുക്ക് ഇന്ന് തന്നെ പോവാം. ഇനി ഞാനിപ്പോ അവരോടൊക്കെ പറഞ്ഞോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഫോട്ടോസ് ഒക്കെ എടുത്ത് മോർഫ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട് എന്ത് ചെയ്യും? എന്റെ രേഷ്മ, നീ ഈ ലോകത്തൊന്നും അല്ല. ഇന്ന് ഈ ഫോട്ടോസ് മോർഫ് ചെയ്ത ഫോട്ടോസും കണ്ട ആൾക്കാർക്ക് തിരിച്ചറിയും. പണ്ടത്തെ കാലമൊന്നും അല്ല. എത്ര പെൺകുട്ടികളാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കൊണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് മരിച്ചു പോണത്. ഇന്ന് അങ്ങനെയല്ല. നമുക്ക് പഠിച്ച കുട്ടികളല്ലേ. അവൻ വിചാരിക്കുന്നത് അത് തന്നെയാണ്. നിന്നോട് ഇങ്ങനെ പറഞ്ഞു നീ അത് പേടിച്ച് ഇറങ്ങി വരും. പക്ഷെ നീ ഇറങ്ങിപ്പോക്കിൽ പോണം നിന്റെ ജീവിതമാണ്. അവന്റെ ഏകദേശ സ്വഭാവം നിനക്ക് മനസ്സിലായില്ലേ? അപ്പൊ അവൻ അതാണ് വേണ്ടത്. ഇനി ഇങ്ങനെ മോർഫ് ചെയ്യും, അല്ലെങ്കിൽ നിന്റെ ഫോട്ടോസ് അവിടെ ഇവിടെ ഇടും, നമ്മൾ ഇറങ്ങിപ്പോകും. നമ്മുടെ ജീവിതമാണ് പോകണം. നീ ടെൻഷനേ ആവണ്ട. ഇതൊക്കെ നമ്മൾ സ്ട്രോങ് ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ എന്തായാലും അമ്മ വരുമ്പോഴേക്കും ഞാൻ പോയി റെഡി ആയിട്ട് വരാം. എന്നിട്ട് ഇത് പറയുമ്പോൾ ഞാനും കൂടെ ഒന്ന് പറ. നീ ഇപ്പൊ വന്നിട്ടില്ലെങ്കിൽ ഞാൻ എന്തേലും ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ചെയ്തു പറഞ്ഞാലേ നമ്മുടെ അച്ഛനും അമ്മയ്ക്കാണ് അത് നഷ്ടം. അവനായിരിക്കും വിജയിക്കുണ്ടാവുക. നീ ടെൻഷൻ ആവണ്ട. ഞാൻ റെഡി ആയിട്ട് വേഗം വരാട്ടാ. ഇങ്ങനെയുള്ള ഫ്രോഡുകൾ ഇങ്ങനെ തന്നെ വേണം കൈകാര്യം ചെയ്യാൻ. എപ്പോ വരാട്ടാ. ശരി.